ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിനായി ആദരണീയനായ സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ മുൻ മന്ത്രി കൂടിയായ ശ്രീ മുല്ലക്കര രത്നാകരൻ, പ്രിയങ്കരായ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര എസ് മുരളീധരൻ നായർ, പ്രിയപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് എസ് ശശികുമാർ IPS, പ്രിയങ്കരായ ശ്രീ ഹിദർ മുഹമ്മദ്, പ്രിയപ്പെട്ട ശ്രീ MM നസീർ, ശ്രീ കൊല്ലായിൽ സുരേഷ്, ശ്രീ MS മുരളി, ശ്രീ S ബുഹാരി, ശ്രീ MA ലത്തീഫ്, ശ്രീ പേഴുമൂട് സണ്ണി, ശ്രീ ഷാജി മത്തായി ജോൺസൺ, മറ്റ് ഈ വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ കേരളത്തിലെ ഏറ്റവും പുതിയ പോലീസ് സ്റ്റേഷനായ ചിത്ര പോലീസ് സ്റ്റേഷൻ ഞാൻ ഈ നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഈ പോലീസ് സ്റ്റേഷന്റെ ആരംഭത്തെ പറ്റി എല്ലാം ഇവിടെ പറഞ്ഞു. ചിത്ര പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ഞാനിവിടെ വരുമ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളിയും ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഞാൻ അപ്പം തന്നെ വേദിയിലുണ്ടായിരുന്ന MLA ചോദിച്ചു, ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹമാണ് ഇപ്പോൾ ഉള്ള കടക്കൽ പോലീസ് സ്റ്റേഷന്റെ ഒരു വിസ്തൃതമായ ഏരിയയെ പറ്റി എന്നോട് പറഞ്ഞു. അന്ന് എന്നോടൊപ്പം വന്നിരുന്ന ശ്രീ ഹിദർ മുഹമ്മദും എന്നോട് വിശദീകരിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന ശ്രീ പ്രയാറുമായിട്ട് ഞാൻ ചോദിച്ചു. എല്ലാവരും പറഞ്ഞത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഇത്രയും വലിയ പോലീസ് സ്റ്റേഷൻ കടക്കൽ പോലെ സ്ഥലത്ത് ഏരിയ വളരെ വലുതാണ്. അപ്പം അന്ന് മുതൽ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാനുള്ള ശ്രമം തുടർന്നു. MLA പറഞ്ഞത് ശരിയാണ്. 4 or 5 തവണ ഞങ്ങൾ അതിനുവേണ്ടി ചർച്ച നടത്തി. ഏതായാലും കഴിഞ്ഞ ക്യാബിനറ്റിൽ 7 പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിച്ച കൂട്ടത്തിൽ ചിത്ര പോലീസ് സ്റ്റേഷനും അനുവദിച്ചിട്ടുണ്ട്. 9-ാം തീയതി മുതൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ ഔദ്യോഗികമായ പ്രവർത്തനം